അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇഷ്ക് റസൂൽ ഫാമിലി എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് പരിശുദ്ധമായിട്ടുള്ള റജബ് മാസത്തിൽ അതേപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏതൊരു സമയത്തും ചൊല്ലാൻ പറ്റുന്ന ഒരു അമലിനെ കുറിച്ചിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു അമല് ചെയ്യാനും ഈ ഒരു അമല് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്തൊരു മുറാദ് വെച്ചിട്ടാണോ ഈ ഒരു അമല് ചെയ്യുന്നത് ആ കാര്യവും റാഹത്തായി നടത്തി തരട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്കതിലേക്ക് കടക്കാം. നമ്മൾ മക്കൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ SSLC +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാകും. പക്ഷേ ഒരുപാട് രക്ഷിതാക്കൾ പറയുന്ന ഒരു കാര്യമാണ്, മകന് പുസ്തകത്തിനോടൊരു താല്പര്യമില്ല, പഠനത്തോടൊരു താല്പര്യമില്ല, എത്രയൊക്കെ പഠിക്കാൻ പറഞ്ഞാലും പഠിക്കണില്ല, എന്താ ചെയ്യാന്നറിയൂല എന്നൊരുപാട് ഉമ്മമാർ ഒരുപാട് രക്ഷിതാക്കൾ പറയാറുണ്ട്. പഠിക്കണ കാര്യം പറഞ്ഞാൽ അവനക്ക് മടിയാണ്. അപ്പോൾ പലതരത്തിലുള്ള ന്യായങ്ങൾ അവൻ്റെ വായിൽ നിന്ന് വരും. അതേപോലെ തന്നെ കൂട്ടുകെട്ട് മോശമാണ്, എൻ്റെ മകന് കാരണം ഞാൻ ഇടങ്ങേറായിട്ടുണ്ട്, എൻ്റെ മകൾ കാരണം ഞാൻ ഇടങ്ങേറായിട്ടുണ്ട്, ഒരു വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, വിവാഹം പ്രായം കഴിഞ്ഞിട്ടുണ്ട്, 25 വയസ്സ്, 26 വയസ്സ്, 27 വയസ്സൊക്കെ ആയിട്ടുണ്ട്, ഇപ്പോഴും വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് മാതാപിതാക്കൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ള കാര്യം, നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട. ഇൻഷാ അല്ലാഹ് ഈ ഒരു അമല് നിങ്ങൾ ചെയ്യുന്നതിലൂടെ അതിനൊക്കെയുള്ള വലിയൊരു അമല് തന്നെയാണിത്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ ഒരു അമല് നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് റാഹത്തായി തന്നെ റബ്ബ് സുബ്ഹാനഹു തആല നടത്തി തരും. അതേപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ ഒരുപാട് തെറ്റായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. എത്രയോ മാതാപിതാക്കൾ പറയാറുണ്ട്, എൻ്റെ മകൾ ഒളിച്ചോടി പോയപ്പോഴാണ് അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ളൊരു തെറ്റായ കാര്യം ഉണ്ടായിരുന്നു എന്നറിഞ്ഞിട്ടുള്ളത്. എൻ്റെ മകനെ ഈ രീതിയിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്തപ്പോഴാണ് എൻ്റെ മകൻ്റെ കൂട്ടുകെട്ട് തെറ്റാണ് എന്ന് എനിക്ക് അറിഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് കഴിയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്നത് എത്രത്തോളം ആത്മാർത്ഥമാണെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് അതിനുള്ള ആ ഒരു ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലുത് തന്നെയായിരിക്കും. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമുക്കത് ഏതാണെന്ന് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു നാമമാണ് യാ റഖീബു യാ അള്ളാഹ്. എല്ലാത്തിനെയും വീക്ഷിക്കുന്നവൻ, എല്ലാത്തിനെയും നോക്കുന്നവൻ, സദാസമയവും എല്ലാം വീക്ഷിച്ചിരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം വരുന്ന യാ റഖീബു യാ അള്ളാഹ്. ഈ യാ റഖീബു യാ അള്ളാഹ് എന്നുള്ളതിനെ ഏതെങ്കിലും ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 313 തവണ ചൊല്ലുക, അല്ലെങ്കിൽ ഒരു 300 തവണ ചൊല്ലുക. അതേപോലെ തന്നെ മറ്റൊരു രീതിയാണ്, നമ്മൾ എന്തെങ്കിലും ഒരാവശ്യം നിയ്യത്താക്കിയിട്ട് ഈ ഒരു യാ റഖീബു യാ അള്ളാഹ് എന്നുള്ളതിനെ 4440 തവണ ചൊല്ലുന്ന ഒരു രീതി. ഏതൊരു ഹലാലായിട്ടുള്ള ആഗ്രഹമാണെങ്കിലും പടച്ചോൻ്റെ ഈ ഒരു അമലിനെ മുറുകെ പിടിച്ചിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലം തീർച്ചയാണ്. ഇനി മറ്റൊരു രീതി പറഞ്ഞു തരാം. നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്കൊക്കെ പോകുന്ന ആ ഒരു സമയമുണ്ടല്ലോ, നമ്മുടെ മക്കൾ സ്കൂളിലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മക്കൾ പല രീതിയിലുള്ള തെറ്റുകളിലൂടെയൊക്കെ പോകില്ലേ. അങ്ങനെയൊന്നും പോകാതിരിക്കാനും റബ്ബ് സുബ്ഹാനഹു തആലയുടെ സദാ കാവല് ആ മക്കളിൽ ഉണ്ടാകാനും റബ്ബിൻ്റെ ഒരു തിരുനോട്ടം നമ്മുടെ മക്കളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിനുണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇസ്മിനെ നമ്മുടെ മക്കൾ പുറത്തിറങ്ങി സ്കൂളിലും മദ്രസയിലൊക്കെ പോകാനിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ തലയിൽ കൈ വെച്ചിട്ട് യാ റഖീബു യാ അള്ളാഹ് എന്നുള്ള ഇസ്മിനെ 3 തവണ ആത്മാർത്ഥമായിട്ട് പറയുക. എത്രയോ അപകടങ്ങൾ, എത്രയോ പ്രയാസങ്ങൾ ഓരോ കുട്ടികളും സ്കൂളിൽ പോയി വന്ന് വാഹന അപകടം കൊണ്ട് മരണപ്പെട്ടു, അതുപോലെ തന്നെ കുളത്തിൽ മുങ്ങി മരണപ്പെട്ടു, അതുപോലെ തന്നെ മക്കളെ തട്ടിക്കൊണ്ടു പോകുന്നു, ലഹരിക്ക് അടിമപ്പെടുന്നു. ഇത്തരത്തിൽ ഒരുപാട് നമുക്ക് കേൾക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കേൾക്കുക, കാണാൻ കഴിയാത്ത കാര്യങ്ങൾ മക്കളിലൂടെ കാണുക. ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇന്നത്തെ ഈ ഒരു സമൂഹത്തിലുള്ള മാതാപിതാക്കൾ. ഒരു ഉമ്മക്കും ഒരു ഉപ്പക്കും അത് താങ്ങാൻ കഴിയൂല അല്ലേ. അതേപോലെ തന്നെ മക്കൾ പഠിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇസ്മിനെ നിയ്യത്ത് വെച്ചിട്ട് 4440 തവണ ഈ ഒരു ഇസ്മിനെ നിയ്യത്ത് വെക്കുക. തൻ്റെ മക്കളുടെ ഈ ഒരു പഠനത്തോടുള്ള മടി മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് വളരെയധികം ഉപകാരപ്പെടും.
ഒറ്റയിരുപ്പിൽ ചെയ്യണമെന്നില്ല. അതേപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് ചൊല്ലണം എന്നുമില്ല. നമുക്ക് കഴിയുന്ന സമയമെടുത്ത് കഴിയുന്ന ടൈമിൽ നമ്മളത് ചൊല്ലിത്തീർത്താൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. കഴിയുമെങ്കിൽ ഈ വീഡിയോ ഇതിനർഹതപ്പെടുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഇഷ്ക് റസൂൽ ഫാമിലി എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ ഇത്തരത്തിൽ ഉപകാരപ്പെടുന്ന വീഡിയോസ് ഇടുമ്പോൾ അത് വേഗം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ അത് കാരണമായേക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. വസിയത്തോടെ ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.